ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു DIY ടൈം ടേബിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ടൈം ടേബിൾ എന്ന് പറയുന്നത് പണ്ടൊക്കെ പണ്ടല്ല, ഞാൻ ഇതുവരെ ഇട്ടും ഈ വർഷം വരെ 6 ക്ലാസ് വരെ ഞാൻ നോട്ടിലായിരുന്നു എഴുതിയിട്ടുള്ളത്. പിന്നെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കാണും. അപ്പോൾ ഇത് നമുക്ക് കൂടെ ഉണ്ടാക്കിയാൽ നന്നാവും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാനൊരു കോപ്പിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് മറ്റൊരു ചെയ്തപ്പോൾ ഒരു ഇഷ്ടം തോന്നി, അതുകൊണ്ട് എടുത്തതാണ്. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ കുറച്ചൊരു കണക്കിലൊക്കെ ഒരാഴ്ച ആയിട്ടുണ്ടാവും ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഒരു ദിവസം എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചെറിയൊരു മടിയൊക്കെ ആയി, അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്നാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് ഒന്ന് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ഞാൻ ഈ ടൈം ടേബിളിനെ നാളെ നോക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഇതന്നെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇതിന് മുമ്പ് ഞാൻ 2 ക്രാഫ്റ്റ്സ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് എഡിറ്റ് ചെയ്തു എല്ലാം റെഡി വന്നപ്പോൾ ഞാൻ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഡ്രാഫ്റ്റായി പോയി. അതുകൊണ്ട് എനിക്കത് 2 ഇടാൻ പറ്റിയില്ല. ഇത് മൂന്നാമത്തെ ക്രാഫ്റ്റാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. അത് വേറെ 2 ഐറ്റമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അടുത്ത വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ അത് ക്രാഫ്റ്റ് ബാക്ക് ടു സ്കൂൾ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഇടയിലൊക്കെ ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്, പെയിൻ്റൊക്കെ ചെയ്തു എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ കോളംസിൻ്റെ ഉള്ളിൽ ഞാൻ സ്കെച്ച് കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, യെല്ലോ കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നമ്മൾ ടൈം ടേബിൾ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ടൈം ടേബിൾ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തതിൽ ഈ ഒരു ടൈം ടേബിൾ 2 മിസ്റ്റേക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അറിയാതെ ഉണ്ടായതാണ്. നിങ്ങൾ ഇതാക്കുമ്പോൾ തിരുത്തി കൊടുക്കുക. പക്ഷേ ഞാൻ ഒന്നാമത് കോളം വരച്ചപ്പം ഡാസ് ചെയ്താലുള്ള ഇത് ചെറുതായി പോയിട്ട് ഞാൻ ചെറുതാക്കിയതാണ്. എന്താ വെച്ചാൽ അത് വലുതാക്കാനുള്ള സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ ഒരു കള്ളി മോൾക്കായിട്ട് എഴുതുന്നത് ട്യൂസ്ഡേൻ്റെ ഫസ്റ്റ് ലെറ്റർ എഴുതിയ സ്ഥലത്ത് മൺഡേൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ് എഴുതാനുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മോൾ ഭാഗത്ത് വേണമെങ്കിൽ ടൈം എഴുതാം, എത്ര ടൈം എപ്പോഴാണ് തുടങ്ങുന്നതുള്ളത്. പിന്നെ ഇവിടെ ലെറ്റേഴ്സാണ് എഴുതിയിട്ടുള്ളത്. എനിക്കിഷ്ടമുള്ള ഏതാച്ചാൽ എഴുതാം കേട്ടോ. പിന്നെ എനിക്കിഷ്ടമെന്ന് കിട്ടിയ ടൈം ടേബിൾ ഇതുപോലെ നമ്പേഴ്സാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ഇത്രയൊക്കെ റെഡി ആയി. ഇനിയിപ്പോൾ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കവായി സ്റ്റിക്കേഴ്സ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ബാക്കിലായിട്ട് കുറേ ആ സ്റ്റിക്കർ എടുക്കാൻ നോക്കി കിട്ടിയില്ല. പിന്നെ ക്യാമറേൻ്റെ മുന്നിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ കവായി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചത് ഓവറായോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ആ ഒരു കമൻറ്റ്സ് അതിങ്ങനെ ചെയ്യുന്നില്ല, എന്താ വെച്ചാൽ എനിക്ക് വെറുതെ വായിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.